Neyarmala Road, Kattapana. Phone 89212-28651. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തിന്റെ സ്മരണയിൽ ലോകമെങ്ങുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് പെസഹ ആചരിക്കുന്നു. തമിഴ്നാട് വെള്ളമെടുത്തു. തേക്കടിയിൽ ജലനിരപ്പ് താഴ്ന്നു. സീസണിൽ ബോട്ട് സവാരി പ്രതിസന്ധിയിലേക്ക്. ആവിഷ്കാര സ്വാതന്ത്ര്യം അധികമായാൽ അമൃതം വിഷമെന്ന് യാക്കോബായ സഭ ഹൈറേഞ്ച് മേഖല മെത്രാപ്പൊലീത്ത ഡോക്ടർ ഏലിയാസ് മോർ അത്താനിയോസ്. വിശദമായ വാർത്തയിലേക്ക്. യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തിന്റെ സ്മരണയിൽ ലോകമെങ്ങുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് പെസഹ ആചരിക്കുന്നു. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷയും കാൽ കഴുകലും നടക്കും. ക്രിസ്തുദേവൻ തന്റെ കുരിശുമരണത്തിന് മുൻപ് 12 ശിഷ്യന്മാർക്കൊപ്പം അന്ത്യ അത്താഴം കഴിച്ചതിന്റെ ഓർമ്മയിലാണ് പെസഹ ആചരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തിന്റെ സ്മരണയിൽ ലോകമെങ്ങുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് പെസഹ ആചരിക്കുന്നതിന്റെ ഭാഗമായി രാജാക്കാട് ക്രിസ്തുരാജ ഫൊറോന പള്ളിയിൽ പ്രത്യേക പ്രാർത്ഥനകളും കാൽക്കഴുകൽ ശുശ്രൂഷയും ദിവ്യകാരുണ്യ ആരാധനയും നടത്തി. ഈശോ തൻ്റെ കുരിശുമരണത്തിനു മുമ്പ് 12 ശിഷ്യന്മാർക്കുമൊപ്പം അന്ത്യ അത്താഴം കഴിച്ചതിൻ്റെയും വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിൻ്റെയും ഓർമ്മയിലാണ് പെസഹ ആചരിക്കുന്നത്. വികാരി ഫാദർ മാത്യു കരോട്ട് കൊച്ചിറക്കൽ 12 ശിഷ്യന്മാരുടെ സ്മരണയിൽ 12 യുവാക്കളുടെ കാൽ കഴുകി പാദം ചുംബിച്ചുകൊണ്ട് എളിമയുടെ മാതൃക കാട്ടി. സെന്റ് ജോസഫ് സെമിനാരി റെക്ടർ ഫാദർ ജെയിംസ് തെല്ലിയാങ്കൽ പെസഹാദിന സന്ദേശം നൽകി. മഹത്വപ്പെടുന്ന സമയമായിട്ട് വലിയ കരുണ വർഷിക്കുന്ന അവസരമാണ് ഈ വിശുദ്ധ വാരത്തിലെ. അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ സെബാസ്റ്റ്യൻ മച്ചുകാട്ട്, ഫാദർ ബിനീർ പരുത്തിക്കാട്ട് എന്നിവർ പെസഹ തിരുനാൾ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. നാളെ രാവിലെ 6:30 ദുഃഖവെള്ളിയുടെ ഭാഗമായി പീഡാനുഭവ വായനയും കുരിശിന്റെ വഴി പരിഹാര പ്രദക്ഷിണവും നടക്കും. സിറ്റി വിഷൻ, രാജാക്കാട്. തമിഴ്നാട് വെള്ളമെടുത്തു. തേക്കടിയിൽ ജലനിരപ്പ് താഴ്ന്നു. സീസണിൽ ബോട്ട് സവാരി പ്രതിസന്ധിയിലേക്ക്. മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാട് നിയന്ത്രണമില്ലാതെ ജലമെടുത്തതോടെ വിനോദസഞ്ചാര സീസണിൽ തേക്കടി തടാകത്തിലെ ബോട്ട് സവാരി പ്രതിസന്ധിയിലേക്ക്. അണക്കെട്ടിലെ ജലനിരപ്പ് 113.90 അടിയിലേക്ക് താഴ്ന്നതോടെയാണ് മരക്കുറ്റികൾ നിറഞ്ഞ തേക്കടി തടാകത്തിലെ ബോട്ട് സവാരി വിഷമകരമായത്. തമിഴ്നാട്ടിലേക്ക് നിയന്ത്രണമില്ലാതെ ജലമൊഴുക്കിയതോടെയാണ് അണക്കെട്ടിലും തടാകത്തിലും ജലനിരപ്പ് താഴ്ന്നത്. അണക്കെട്ട് നിർമ്മാണത്തോടെ രൂപപ്പെട്ട തടാകവും ജലം സംരംഭിക്കപ്പെട്ടതോടെ
മുങ്ങിയ മരങ്ങളുടെ കുറ്റികളുമാണ് തടാകത്തിലുള്ളത്. ജലനിരപ്പ് താഴുന്നതോടെ മരക്കുറ്റികളുടെ മുകൾ ഭാഗം തടാകത്തിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ഉയർന്നു വരും. ഇവയിൽ തട്ടാതെ വേണം പ്രത്യേക ഭാഗത്തു കൂടി ബോട്ട് സവാരി നടത്താൻ. ഇതാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. ജലനിരപ്പ് 113.90 അടിയുണ്ടെങ്കിലും ഇത്രയും ആഴത്തിൽ ജലമുള്ളത് അണക്കെട്ടിന് സമീപത്ത് മാത്രമാണ്. ബോട്ട് സവാരി തുടങ്ങുന്ന തേക്കടി ബോട്ട് ലാൻഡിംഗ് ഭാഗത്ത് ജലനിരപ്പ് 50 അടിയിൽ താഴെയാണ്. ജലനിരപ്പ് വീണ്ടും താഴ്ന്നാൽ ഇപ്പോഴുള്ള ഭാഗത്ത് ബോട്ടടുപ്പിക്കാനോ സഞ്ചാരികളെ കയറ്റാനോ കഴിയില്ല. ഇതും ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. മധ്യവേനൽ അവധിക്കാലമായതോടെ കുട്ടികളുമായി നിരവധി കുടുംബങ്ങളാണ് തേക്കടി കാണാൻ എത്തുന്നത്. തമിഴ്നാട് ഉൾപ്പെടെ പല ഭാഗത്തു നിന്നും സഞ്ചാരികൾ ജൂൺ പകുതി വരെ തേക്കടിയിലേക്ക് എത്തുമെന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത്. തടാകത്തിലെ ബോട്ട് സവാരിയും ഇതുവഴി വനമേഖലയിലും തടാക തീരത്തും കാണപ്പെടുന്ന വന്യജീവികളെയും കാണുന്നതിനാണ് സഞ്ചാരികൾ തേക്കടിയിലേക്ക് എത്തുന്നത്. ജലനിരപ്പ് താഴ്ന്ന ബോട്ട് സവാരി തടസ്സപ്പെട്ടാൽ വരുന്ന സഞ്ചാരികൾ നിരാശരായി മടങ്ങേണ്ടി വരുമെന്നാണ് വിനോദസഞ്ചാര മേഖലയെ ആശങ്കയിലാക്കുന്നത്. സിറ്റി വിഷൻ, ഉപ്പുതറ. ആവിഷ്കാര സ്വാതന്ത്ര്യം അധികമായാൽ അമൃതം വിഷമെന്ന് യാക്കോബായ സഭ ഹൈറേഞ്ച് മേഖലാ മെത്രാപ്പൊലീത്ത ഡോക്ടർ ഏലിയാസ് മോർ അത്താനിയോസ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ കാഴ്ചപ്പാടുകൾ പ്രാദേശികമല്ലാത്ത നിലയിൽ ആയിത്തീരുന്നുണ്ടോ എന്ന് ചിന്തിക്കണമെന്നും തെറ്റായ കാഴ്ചപ്പാടുകളെ തിരുത്താൻ സിനിമകൾ പ്രയോജനപ്പെട്ടേക്കാമെന്നും മെത്രാപ്പൊലീത്ത പറഞ്ഞു. എമ്പുരാൻ സിനിമ വിവാദമായ പശ്ചാത്തലത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കാര്യങ്ങളുണ്ടാകാം, നന്മയും തിന്മയും ഉണ്ടാകാം. ചിലപ്പോൾ നമ്മളുടെ തെറ്റായ കാഴ്ചപ്പാടുകളെ തിരുത്താനായിട്ട് പല സിനിമകളും അതിൻ്റെ അതിനകത്തുള്ള ഭാവനകളും പ്രയോജനപ്പെട്ടേക്കാം. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ അധികമായാൽ അമൃതം വിഷം എന്നൊരു പഴഞ്ചൊല്ലുള്ളത് നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പലപ്പോഴും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ നമ്മൾ വഴിതെറ്റി പോകുന്നുണ്ടോ, നമ്മുടെ കാഴ്ചപ്പാടുകൾ പ്രായോഗികമല്ലാത്ത നിലയിലായിത്തീരുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ടൂറിസം വികസനത്തിൽ ഇടുക്കി മുന്നേറുമ്പോൾ അധികൃതരുടെ അനാസ്ഥയിൽ ഇരുളടഞ്ഞ ടൂറിസം കേന്ദ്രങ്ങളും ഇടുക്കിയിലുണ്ട്. അതിലൊന്നാണ് ആളൊഴിഞ്ഞ അനാഥമായ പൊന്മുടി എക്കോ പോയിന്റ്. ഒരു കാലത്ത് ആയിരക്കണക്കിന് സഞ്ചാരികൾ പ്രതിദിനം എത്തിയിരുന്ന ഇവിടം ഇന്ന് സാമൂഹിക വിരുദ്ധരുടെയും മദ്യപ സംഘങ്ങളുടെയും താവളമാണ്. ഒരു കാലത്ത് സഞ്ചാരികളാൽ സമ്പന്നമായിരുന്നു പൊന്മുടി എക്കോ പോയിന്റ്. എന്നാൽ ഇന്നിവിടേക്ക് എത്തുന്നത് അപൂർവം ചിലർ മാത്രം. പൊന്മുടി ജലാശയത്തിലെ ബോട്ടിംഗ് ആദ്യം ആരംഭിച്ചത് ഇവിടെ നിന്നുമായിരുന്നു. പിന്നീടുണ്ടായ രാഷ്ട്രീയ കരുനീക്കങ്ങളിൽ പദ്ധതി നിലച്ചു. ഇതിനുശേഷം പൊന്മുടി ഡാം ആൻഡ് ഡെയിൻ ടൂറിസം പദ്ധതി വന്നതോടെ പൊന്മുടി എക്കോ പോയിന്റ് ആളൊഴിഞ്ഞ സ്ഥലമായി. പച്ചപ്പിൽ നിറഞ്ഞ മനോഹരമായ ഈ പ്രദേശം ഇന്ന് മാലിന്യങ്ങൾ കൊണ്ടും മദ്യക്കുപ്പികൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. സാമൂഹ്യ വിരുദ്ധന്മാരുടെയും മദ്യസംഘങ്ങളുടെയും താവളമാണ് ഇവിടം. പൊന്മുടി എക്കോ പോയിന്റ് ടൂറിസം പദ്ധതി നിലച്ചതോടെ മങ്ങലേറ്റത് കൊന്നത്തടി പഞ്ചായത്തിന്റെ ടൂറിസം മേഖലയ്ക്കാണ്. ടൂറിസം വികസനത്തിന്റെ ചെറിയ സാധ്യതകൾ പോലും പ്രയോജനപ്പെടുത്തുവാൻ സംസ്ഥാന സർക്കാർ പദ്ധതികൾ തയ്യാറാക്കി മുമ്പോട്ട് പോകുമ്പോഴാണ് സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായിരുന്ന പൊന്മുടി എക്കോ പോയിന്റ് സാമൂഹ്യ വിരുദ്ധന്മാരുടെ താവളമായി മാറിയത്. സിറ്റി വിഷൻ, രാജാക്കാട്. NR സിറ്റി ഗുരുദേവ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന വാർഷികവും കുടുംബ സംഗമവും നടത്തി. NR സിറ്റി 1390 നമ്പർ SNDP ശാഖായോഗത്തിന്റെ കീഴിലുള്ള ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിന്റെ 25ാം പ്രതിഷ്ഠാ വാർഷിക മഹോത്സവവും കുടുംബസംഗമവും നടത്തി. ഒന്നാം ദിവസം കുടുംബയോഗം, വനിതാ സംഘം, ബാലജനയോഗം പ്രവർത്തകരുടെ കലാപരിപാടികളും പാല KS മണി ആൻഡ് പാർട്ടിയുടെ ഓട്ടൻതുള്ളലും കരോക്കെ ഗാനമേളയും നടത്തി. രണ്ടാം ദിവസം വിശേഷാൽ ക്ഷേത്രപൂജകളും വൈകിട്ട് പുതുകിൽ ശ്രീ കാമാക്ഷിയമ്മൻ ക്ഷേത്രത്തിൽ നിന്നും താലപ്പൊലി ഘോഷയാത്രയും തുടർന്ന് മഹാപ്രസാദവൂട്ടും കൊച്ചിൻ മ്യൂസിക് ഡ്രീംസിന്റെ ഗാനമേളയും നടത്തി. ഘോഷയാത്രയ്ക്ക് രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് MB ശ്രീകുമാർ, സെക്രട്ടറി KS ലതീഷ് കുമാർ, ശാഖാ പ്രസിഡന്റ് KP ജെയിൻ, സെക്രട്ടറി PK സുനിൽകുമാർ, വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ കൂഴയിൽ, NR വിജയകുമാർ, KK രാജേഷ്, ജിജി ഹരിദാസ് എന്നിവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, രാജാക്കാട്. വന്യമൃഗശല്യവും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും മൂലം പുനരധിവസിപ്പിച്ച ആദിവാസി കുടുംബങ്ങൾ സ്വയം കുടിയൊഴിഞ്ഞു പോയി. ചിന്നക്കനാൽ 301 നിന്ന് 2 പതിറ്റാണ്ടിൽ വീടും സ്ഥലവും ഉപേക്ഷിച്ചു പോയത് 200-ലധികം കുടുംബങ്ങൾ. ഒരുവിധ സർക്കാർ സഹായങ്ങളും ലഭിക്കുന്നില്ല എന്ന് ആദിവാസി കുടുംബങ്ങൾ.
2003 AK ആന്റണി സർക്കാർ ചിന്നക്കനാലിൽ ആദിവാസി പുനരധിവാസ പദ്ധതി നടപ്പിലാക്കുന്നത്. 500-ലധികം കുടുംബങ്ങളെയാണ് വീടും സ്ഥലവും നൽകി ഇവിടെ പുനരധിവസിപ്പിച്ചത്. ഇതിൽ ഏറ്റവും കൂടുതൽ കുടുംബങ്ങളെ പാർപ്പിച്ചത് 301. റോഡ്, കുടിവെള്ളമടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങളും വന്യജീവി പരിശോധന സംവിധാനങ്ങളും ഉണ്ടാകും എന്നുറപ്പായിരുന്നു പുനരധിവാസ പദ്ധതി നടപ്പിലാക്കുമ്പോൾ സർക്കാർ നൽകിയത്. എന്നാൽ പദ്ധതി നടപ്പിലായി 2 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും പൂർണ്ണമായി ഒരുക്കിയില്ല. ഒപ്പം മേഖലയാകെ കാട്ടാന അടക്കമുള്ള വന്യജീവികളുടെ വിഹാര കേന്ദ്രവും. കാട്ടാന ആക്രമണം നിത്യസംഭവമായി മാറുകയും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും മൂലം പുനരധിവസിപ്പിച്ചതിൽ 200-ലധികം കുടുംബങ്ങൾ വീട് സ്ഥലവും ഉപേക്ഷിച്ചു പോയി. ഇത് കുടിയൊഴിഞ്ഞ് 300 പേർക്ക് സ്ഥലം കൊടുത്തിട്ട് ഇപ്പോൾ 100 താഴെയുള്ളവരെ അവിടെ ഇന്ന് സ്ഥിരമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുക. അവർ വേറെ വഴിയില്ലാതെ താമസിച്ചുകൊണ്ടിരിക്കുക. നേരത്തെ വന്നവരെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ വന്ന് ചാടിയത് പറഞ്ഞ കാടാണ്, ഭയങ്കര കാടായിരുന്നു, ആനക്കാടായിരുന്നു. ഇത് പെട്ടെന്ന് വന്ന് കൊടുത്ത കാരണം കൊണ്ട് ഒരു പെട്ടെന്ന് ഒരു ആനയെ പേടിച്ചിട്ട് പിള്ളേരെയും കൊണ്ട് അവരുടെ നാട്ടിൽ തന്നെ പോയി. അതാണ് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത്. ആനയുടെ പേടിച്ചിട്ടാണ്. നിലവിൽ 94 കുടുംബങ്ങളാണ് 301 സ്ഥിരതാമസമുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം ചൂണ്ടിക്കാട്ടി നിരവധി തവണ പരാതി പറഞ്ഞെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. പഞ്ചായത്ത് മെമ്പർ മുതൽ ജില്ലാ കളക്ടറും MPയും വരെ സ്ഥലം സന്ദർശിച്ചു മടങ്ങി. എന്നിട്ടും ആദിവാസി കുടുംബങ്ങളുടെ ദുരവസ്ഥയ്ക്ക് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ആദിവാസി സമൂഹത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടെങ്കിലും പ്രായോഗികമായി അത് അവരിലേക്ക് എത്തുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ദുരിതം അനുഭവിക്കുന്ന ചിന്നക്കനാൽ 301 ആദിവാസി കുടുംബങ്ങൾ. സിറ്റി വിഷൻ, ചിന്നക്കനാൽ. പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഷീ ലോഡ്ജിന്റെ നിർമ്മാണ ജോലികൾ അവസാന ഘട്ടത്തിലെത്തി. ബഹുവർഷ പദ്ധതിയായി 1.25 കോടിയോളം രൂപ വകയിരുത്തിയാണ് പഞ്ചായത്ത് പദ്ധതി നടപ്പിലാക്കുന്നത്. 7 മുറികളും ഡോർമെട്രിയും അടങ്ങുന്നതാണ് ഷീ ലോഡ്ജ്. ഷീ ലോഡ്ജ് പദ്ധതി മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടുതൽ കരുത്ത് പകരുമെന്നാണ് പ്രതീക്ഷ. മൂന്നാറിലേക്ക് എത്തുന്ന വനിതകളായ വിനോദസഞ്ചാരികൾക്ക് സുരക്ഷിത താമസത്തിന് അവസരമൊരുക്കാൻ ലക്ഷ്യമിട്ടാണ് പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് ഷീ ലോഡ്ജ് നിർമ്മിക്കുന്നത്. 2ാം മൈലിലാണ് ഷീ ലോഡ്ജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. നിർമ്മാണ ജോലികൾ ഏറെക്കുറെ അവസാന ഘട്ടത്തിലെത്തിക്കഴിഞ്ഞു. വനിതകൾക്ക് സുരക്ഷിത താമസത്തിന് അവസരമൊരുക്കുക എന്നതിനൊപ്പം തദ്ദേശീയരായ വനിതകൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യവും കൂടി പദ്ധതിക്കുണ്ട്. 7 മുറികളും ഡോർമെറ്ററിയും അടങ്ങുന്നതാണ് ഷീ ലോഡ്ജ്. ഏറെ വൈകാതെ പദ്ധതിയുടെ നിർമ്മാണ പൂർത്തീകരണം സാധ്യമാകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VG പ്രതീഷ് കുമാർ പറഞ്ഞു. ഷീ ലോഡ്ജിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഏതാണ്ട് പൂർത്തീകരണത്തോടടുക്കുകയാണ്. 7 ബെഡ്റൂം. ഷീ ലോഡ്ജ് പദ്ധതി മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടുതൽ കരുത്തു പകരുമെന്നാണ് പ്രതീക്ഷ. 2022-2023 വർഷത്തിലായിരുന്നു പള്ളിവാസൽ പഞ്ചായത്ത് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഡോർമെറ്ററിയിൽ മാത്രം 30-ലധികം ആളുകൾക്ക് താമസ സൗകര്യം ഒരുക്കും. സിറ്റി വിഷൻ, ആനച്ചാൽ. ഇനിയൊരു ഇടവേള. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. ചോയ്സ് ബിൽഡേഴ്സ്, we provide the joy of a new home. രാജാക്കാട്, ഇടുക്കി. ഫോൺ നമ്പർ 8606560526, 8606820526. ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. Admission started. Montfort Valley School, Murikindoti. Registration for the academic year 2025-26. Classes pre-KG to 9th and +1. For more inquiries, contact the landline 04868 247 421. Mobile 94469 66421. വീണ്ടും വാർത്തയിലേക്ക്. പ്രതിഷേധങ്ങൾക്കൊടുവിൽ മുടങ്ങിക്കിടന്നിരുന്ന മാങ്കുളം പഞ്ചായത്തിലെ പെരുമ്പൻകുത്ത് 6ാം മൈൽ 50ാം മൈൽ റോഡ് നിർമ്മാണം പുനരാരംഭിച്ചു. 2018 പ്രളയത്തിൽ തകർന്ന റോഡാണിത്. 3 വർഷം മുൻപ് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി 3.70 കോടി രൂപ അനുവദിച്ച് നിർമ്മാണ ജോലികൾ ആരംഭിച്ചെങ്കിലും കരാറുകാരൻ പണികൾ പാതി വഴിയിൽ നിർത്തുകയായിരുന്നു.
മാങ്കുളം പഞ്ചായത്തിലെ 2, 3, 4 വാർഡുകളിലായുള്ള 1500ഓളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന പെരുമ്പൻകുത്ത് 6-ാം മൈൽ 50-ാം മൈൽ റോഡ് 2018 പ്രളയകാലത്തായിരുന്നു തകർന്നത്. പിന്നീട് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി റോഡ് നിർമ്മാണത്തിനായി തുക അനുവദിച്ച് 2022 മാർച്ച് 26-ന് നിർമ്മാണ ഉദ്ഘാടനം നടത്തുകയും ചെയ്തു. 270 ദിവസങ്ങൾക്കുള്ളിൽ നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കണമെന്നായിരുന്നു കരാർ. എന്നാൽ നിർമ്മാണ ജോലികൾ ആരംഭിച്ചെങ്കിലും കരാറുകാരൻ പണികൾ പാതി വഴിയിൽ നിർത്തി. ഇതോടെ നാട്ടുകാർ പ്രതിസന്ധിയിലായി. നിർമ്മാണം ആരംഭിച്ച 3 വർഷം പിന്നിട്ടിട്ടും പണികൾ പൂർത്തീകരിക്കാതെ വന്നതോടെ പ്രതിഷേധവും ഉയർന്നു. പ്രതിഷേധങ്ങൾക്കും മാധ്യമ വാർത്തകൾക്കും ഒടുവിലാണ് മുടങ്ങിക്കിടന്നിരുന്ന റോഡിന്റെ നിർമ്മാണ ജോലികൾ പുനരാരംഭിച്ചു. മുമ്പ് റോഡിന്റെ മൺജോലികൾ നടത്തുകയും മെറ്റൽ വിരിക്കുകയും ചില കലുങ്കുകളുടെ നിർമ്മാണം നടത്തുകയും ചെയ്തിരുന്നു. ടാറിംഗ് ജോലികളും ഓടകളുടെയും മറ്റ് നിർമ്മാണ ജോലികളും ചിലയിടങ്ങളിൽ ടൈൽ വിരിക്കേണ്ട ജോലികളുമാണ് അവശേഷിക്കുന്നത്. പഞ്ചായത്തിലെ ഏക സർക്കാർ വിദ്യാലയമായ ചിക്കണംകുടി സ്കൂളിലേക്കുള്ള ഏക റോഡ് കൂടിയാണിത്. കാൽനടയാത്ര പോലും ദുസ്സഹമായ റോഡിലൂടെയാണ് നിലവിൽ ആളുകൾ ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്കുൾപ്പെടെ പുറംലോകത്തേക്ക് യാത്ര ചെയ്യുന്നത്. വൈകാതെ റോഡ് നിർമ്മാണം പൂർത്തീകരിക്കപ്പെടുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. സിറ്റി വിഷൻ, മാങ്കുളം. ജില്ലാ വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന 4ാമത് മൂന്നാർ പുഷ്പമേള മെയ് 1 മുതൽ 10 വരെ നടക്കും. ദേവികുളം റോഡിലുള്ള വിനോദസഞ്ചാര വകുപ്പിന്റെ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് പുഷ്പമേള നടത്തുന്നത്. മൂന്നാറിന്റെ തനതു പുഷ്പങ്ങൾക്കൊപ്പം വിദേശ ഇനങ്ങൾ ഉൾപ്പെടെ പുതിയ 400-ലധികം തരത്തിലുള്ള പൂക്കളും ചെടികളുമാണ് മേളയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. തെക്കിന്റെ കാശ്മീർ കാണാൻ എത്തുന്നവരെ കാത്ത് പൂക്കളുടെ വർണ്ണക്കാഴ്ചയും ഒരുങ്ങുകയാണ്. DTPCക്ക് കീഴിലുള്ള മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡനിൽ മെയ് 1 മുതൽ 10 വരെയാണ് പുഷ്പമേള നടക്കുന്നത്. മൂന്നാറിൻ്റെ തനത് പൂക്കൾക്കൊപ്പം വിദേശി ഇനങ്ങൾ ഉൾപ്പെടെ പുതിയ 400-ലധികം തരത്തിലുള്ള പൂക്കളും ചെടികളുമാണ് മേളയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അസീലിയ, റോസ്, ഓർക്കിഡ്, ആന്തൂറിയം എന്നിവ ഇത്തവണത്തെ മേളയുടെ പ്രത്യേകതയാണ്. അവധിക്കാലത്ത് മൂന്നാറിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുഷ്പമേള സംഘടിപ്പിക്കുന്നതെന്ന് അഡ്വക്കേറ്റ് A. രാജ MLA പറഞ്ഞു. മെയ് മാസം 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ മൂന്നാറിൽ DTPCയുടെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഫ്ലവർ ഷോ ആരംഭിക്കുകയാണ്. തുടർച്ചയായി 4-ാം വർഷമാണ് മെയ് മാസം 1-ാം തീയതി ആരംഭിച്ച് മെയ് മാസം 10-ാം തീയതി അവസാനിക്കുന്ന രീതിയിലാണ് ഫ്ലവർ ഷോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത്തവണ 400 പുതിയ ഇനങ്ങൾ പൂക്കളുടെ വെറൈറ്റി ഇതിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. 1,00,000-ലധികം ചെടികളാണ് ബൊട്ടാണിക്കൽ ഗാർഡനിലുള്ളത്. എല്ലാ ദിവസവും വൈകിട്ട് 6 മുതൽ 9 വരെ വ്യത്യസ്തങ്ങളായ കലാപരിപാടികളും ഉണ്ടായിരിക്കും. മിനി റിവർ സൈഡ് ബീച്ച്, മ്യൂസിക്കൽ ഫൗണ്ടൻ, സെൽഫി പോയിന്റ്, വിവിധതരം സ്റ്റാളുകൾ, ഭക്ഷണശാലകൾ, അലങ്കാര ദീപങ്ങൾ എന്നിവയും പുഷ്പമേളയുടെ ഭാഗമായി ക്രമീകരിക്കും. മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയുമാണ് പ്രവേശന നിരക്ക്. രാവിലെ 9 മുതൽ രാത്രി 9 വരെയാണ് പ്രദർശനം. സിറ്റി വിഷൻ, മൂന്നാർ. മട്ടുപ്പാവിൽ ഹരിത വിപ്ലവം തീർത്ത് മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ. ജൈവ പച്ചക്കറി കൃഷിയിലൂടെയാണ് ഇടുക്കി രാജകുമാരി സ്വദേശിയായ PV വർഗീസ് വ്യത്യസ്തനാകുന്നത്. ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച ശേഷം മുഴുവൻ സമയവും കർഷകനായി മാറിയിരിക്കുകയാണ് ഇദ്ദേഹം. പച്ചക്കറി, നാണ്യവിള കൃഷികളിൽ വിപ്ലവം സൃഷ്ടിക്കുകയാണ് ഈ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ. രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ SI ആയിരിക്കെ 2022 ജൂണിലാണ് വർഗീസ് വിരമിച്ചത്. ഇതോടെ മുഴുവൻ സമയ കർഷകനായി ഈ പോലീസ് ഉദ്യോഗസ്ഥൻ മാറി. ചെറുപ്പം മുതൽ കൃഷിയോട് താല്പര്യമുണ്ടായിരുന്നെങ്കിലും ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച ശേഷമാണ് കൃഷി കാര്യമായി മാറിയത്. വർഗീസിന്റെ വീടും മട്ടുപ്പാവും പുരയിടവുമെല്ലാം വിവിധയിനം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നാണ്യവിളകളും കൊണ്ട് സമ്പന്നമാണ്. മട്ടുപ്പാവിലും മഴമറയിലുമായി ക്യാരറ്റ്, ക്യാബേജ്, പയർ, സ്വീറ്റ് കോൺ, പച്ചമുളക് തുടങ്ങി നിരവധി ഇനം പച്ചക്കറികൾ വിളയിക്കുന്നുണ്ട്. ദിവസേന ഒരു നേരമെങ്കിലും സ്വന്തം അധ്വാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആഹാരം കഴിക്കണമെന്ന ആഗ്രഹമാണ് പച്ചക്കറി കൃഷിയിലേക്ക് തിരിയാൻ കാരണമെന്ന് വർഗീസ് പറയുന്നു. നമ്മുടെ ഇങ്ങനൊരു പച്ചക്കറി കൃഷി എന്നുള്ള കാരണം എന്ന് പറയുന്നത് വിഷരഹിത പച്ചക്കറി എന്നുള്ള ഒരു സ്ലോഗൻ്റെ ഭാഗമായിട്ടാണ് ഞാനിങ്ങനെ ഇത് സ്വന്തമായിട്ട്
കുറേ സ്ഥലങ്ങളിൽ നമ്മൾ വിഷരഹിതമായി ജൈവ രീതിയിലുള്ള പച്ചക്കറി കൃഷി, അതോടൊപ്പം തന്നെ നമ്മൾ ആഹാരം കഴിക്കുന്നതിൽ എല്ലാ നേരത്തെ ഭക്ഷണത്തിനും ഒരു കറിയെങ്കിലും സ്വന്തം പറമ്പിൽ നിന്ന് ഉണ്ടാക്കണമെന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഈ പച്ചക്കറി കൃഷിയിലേക്ക് തിരിയാനുള്ള കാരണം. ഏലവും കുരുമുളകും ഉൾപ്പെടെയുള്ള നാണ്യവിളകളും സ്വന്തം പുരയിടത്തിൽ പരിപാലിക്കുന്നുണ്ട്. ഒപ്പം പഞ്ചായത്ത് വക ഭൂമി പാട്ടത്തിനെടുത്ത് ചോളമടക്കമുള്ള ഭക്ഷ്യവസ്തുക്കളും ഉൽപ്പാദിപ്പിക്കുന്നു. ഇതോടൊപ്പം കന്നുകാലികളെയും പരിപാലിക്കുന്നുണ്ട്. കർഷകരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന കർഷക കൂട്ടായ്മയുടെ സാരഥി കൂടിയാണ് ഇദ്ദേഹം. ഉദ്യോഗ ജീവിതത്തിൽ നിന്ന് വിരമിച്ച് കൃഷിയിൽ വ്യാപൃതനായതോടെ ജീവിതത്തിൽ കൂടുതൽ തിരക്കായി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. സിറ്റി വിഷൻ, രാജാക്കാട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നവീകരണ ജോലികൾ പുരോഗമിക്കുന്നു. പാതയുടെ വീതി വർദ്ധിപ്പിക്കുന്ന മൺജോലികളാണിപ്പോൾ നടന്നു വരുന്നത്. ദേശീയപാത മുഖം മിനുക്കുന്നതോടെ അടിമാലിയുടെയും മൂന്നാറിന്റെയും വാണിജ്യ മേഖലയ്ക്കും വിനോദസഞ്ചാര മേഖലയ്ക്കും കരുത്താകുമെന്നാണ് പ്രതീക്ഷ. അതേസമയം കൊടുംവളവുകൾ നിവർത്തുന്നില്ല എന്ന പരാതിയും ഉയർന്നു വരുന്നുണ്ട്. ഏറെ പ്രതീക്ഷയോടെയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ വികസന പ്രവർത്തനങ്ങളെ ഹൈറേഞ്ച് മേഖല നോക്കിക്കാണുന്നത്. പാതയുടെ നവീകരണ ജോലികൾ അതിവേഗം പുരോഗമിക്കുകയാണ്. മണ്ണ് നീക്കിയും സംരക്ഷണ ഭിത്തികൾ തീർത്തും പാതയുടെ വീതി വർദ്ധിപ്പിക്കുന്ന മൺജോലികളാണിപ്പോൾ നടന്നു വരുന്നത്. ഓടകളുടെ നിർമ്മാണവും നടക്കുന്നു. കൊച്ചി മുതൽ മൂന്നാർ വരെ 125 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 910 കോടി രൂപയ്ക്കാണ് പദ്ധതിയുടെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. പദ്ധതിയുടെ 110 കിലോമീറ്റർ ദൂരവും വീതി കൂട്ടി നവീകരിക്കാൻ ലക്ഷ്യമിടുന്നു. പാതമുഖം മിനുക്കുന്നതോടെ അടിമാലിയുടെയും മൂന്നാറിന്റെയും വാണിജ്യ മേഖലയ്ക്കും വിനോദസഞ്ചാര മേഖലയ്ക്കും കരുത്താകും. അതേസമയം പാതയുടെ വീതി വർദ്ധിപ്പിക്കുന്നുവെങ്കിലും കൊടുംവളവുകൾ നിവർത്തുന്നില്ലെന്ന പരാതിയും റോഡ് നിർമ്മാണം സംബന്ധിച്ച് ഉയരുന്നുണ്ട്. പക്ഷേ ഇത് പണിയൊക്കെ നടന്ന് ഇതിൻ്റെ അലൈൻമെൻ്റൊക്കെ നോക്കിയെടുത്ത് വന്ന ശേഷം ഇതിൻ്റെ പല വളവുകളും, ഉദാഹരണത്തിന് ഏറ്റവും അപകടമായിട്ടുള്ള ഈ 390, 89, 390 എന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ ഏറ്റവും അപകടകരമായ രീതിയിലാണ് അത് അലൈൻമെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ പണികൾ കഴിഞ്ഞു പോയ കോൺട്രാക്ടർ ഉത്തരവാദിത്വമൊന്നും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ വേണ്ട രീതിയിൽ അലൈൻമെൻറ്റ് എടുത്ത് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥ. നേര്യമംഗലത്തെ പുതിയ പാലവും പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്നുണ്ട്. ഇതിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. 5 സ്പാനുകളിലായി 42.80 മീറ്റർ നീളത്തിൽ 13 മീറ്റർ വീതിയിലുമാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം. നിലവിൽ നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള പാതയുടെ വീതിക്കുറവ് തിരക്കേറുന്ന സമയങ്ങളിൽ ഗതാഗത കുരുക്കിനും അപകടങ്ങൾക്കും ഇടവരുത്താറുണ്ട്. പാതയുടെ നവീകരണം സാധ്യമാകുന്നതോടെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. സിറ്റി വിഷൻ, അടിമാലി. ഉപ്പുതറ പഞ്ചായത്തിൽ PMAY ഭവന പദ്ധതി പ്രകാരം വീടുകൾ ലഭിക്കുന്നതിനായി പുതിയതായി അപേക്ഷകൾ സ്വീകരിക്കുന്നു. ഈ മാസം ഏപ്രിൽ 25 പഞ്ചായത്ത് ഗ്രാമസേവകന്റെ ഓഫീസിൽ വൈകിട്ട് 5 മണി വരെ മാത്രമേ അപേക്ഷകൾ സ്വീകരിക്കുകയുള്ളൂ. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ പ്രധാനമന്ത്രി ആവാസ് യോജന PMAY പദ്ധതി പ്രകാരം വീടുകൾ ലഭിക്കുന്നതിനുള്ള അപേക്ഷകൾ സ്വീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ലൈഫിൽ ഉൾപ്പെടാതെ പോയ ആളുകൾക്കും അതോടൊപ്പം തന്നെ വീടുകൾ ജീർണിച്ച അവസ്ഥയിലുള്ള ആളുകൾക്കൊക്കെ ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ ഭവനം പണിയാനുള്ള കാര്യങ്ങളാണ് ഇത് ഭവന പദ്ധതി വഴി നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാസം 25-ാം തീയതി വരെയാണ് നമ്മുടെ ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൻ്റെ ഗ്രാമസഭയുടെ ഓഫീസിൽ നേരിട്ട് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. 30-ാം തീയതിക്ക് ഉള്ളിൽ നിലവിലെ ഇതിൻ്റെ വെരിഫിക്കേഷൻ നടത്തി അർഹരായവരെ കണ്ടെത്തുന്ന ഒരു പദ്ധതിയാണ് നടപ്പിലാക്കി വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും വളരെ എത്രയും വേഗം, നമ്മുടെ ഈ 2 ദിവസങ്ങളെല്ലാം അവധിയാണ്, അപ്പോൾ വരുന്ന ആഴ്ചയിൽ മാത്രമാണ് നമുക്ക് വർക്കിംഗ് ഡേയ്സ് ആയിട്ടുള്ളത്. അപ്പോൾ നിലവിലെ സമയം കളയാതെ നമ്മുടെ ഗ്രാമസേവകന്റെ ഓഫീസിൽ നേരിട്ടെത്തി വീടുകൾക്ക് വേണ്ടുന്ന അപേക്ഷകൾ വെക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ഓർമ്മിക്കുകയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തിന്റെ സ്മരണയിൽ ലോകമെങ്ങുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് പെസഹ ആചരിക്കുന്നു. തമിഴ്നാട് വെള്ളമെടുത്തു. തേക്കടിയിൽ ജലനിരപ്പ് താഴ്ന്നു. സീസണിൽ ബോട്ട് സവാരി പ്രതിസന്ധിയിലേക്ക്. ആവിഷ്കാര സ്വാതന്ത്ര്യം അധികമായാൽ അമൃതം വിഷമെന്ന് യാക്കോബായ സഭ ഹൈറേഞ്ച് മേഖല മെത്രാപ്പൊലീത്ത ഡോക്ടർ ഏലിയാസ് മോർ അത്താനിയോസ്.
ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. സീമ സിൽക്സ്, പുളിയൻമല റോഡ്, കട്ടപ്പന. ഫോൺ 8921228651. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം.